ഹലോ ഫ്രണ്ട്സ്, 2025 മാർച്ച് 18 ചൊവ്വാഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ഉത്സവത്തോടനുബന്ധിച്ചെടുത്ത വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മാസങ്ങളൊക്കെ കുറേ കടന്നുപോയി. നമ്മുടെ ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോഴാണ് ഫോട്ടോസൊക്കെ റീസ്റ്റോർ ചെയ്ത് വരുന്നത്. എങ്കിലും കുറേ നഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും സന്നിധാനത്ത് തൊഴുത് അന്നദാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ചു പോകാറാണ് പതിവ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉത്സവത്തിന് പങ്കെടുക്കാൻ സാധിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ ഗുരുവായൂരിൽ എത്തിയ വരെയുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്കിപ്പോൾ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ റണ്ണായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ തന്നെ നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇനി നമ്മൾ കയറി ചെല്ലുന്ന ഭാഗം മഞ്ജുളാൽ പ്രതിമയുടെ അടുത്തായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വേഷധാരിയായ ഒരു മനുഷ്യനെ കണ്ടു. ചുറ്റും ഒരുപാട് പേര് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ട്രാഷ് ആർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കലാവിരുതുകൾ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ആൽമരത്തിൻ്റെ അടുത്ത് നിന്നാട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കറക്റ്റ് എന്താ സംഭവം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ കലാകാരന്മാരുടെ കഴിവിനെ പ്രശംസിക്കേണ്ടത് കേട്ടോ. കാരണം അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുക പറയുന്നത് അത് നല്ലൊരു കഴിവാണ്. സുജിത്ത് മിഷൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആർട്സാണ് തോന്നുന്നു ഇത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഗുരുവായൂരിൽ പോകണം, ഉത്സവം കാണണം, 2 days അവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ. ഹസ്ബൻഡിൻ്റെ സുഹൃത്തിൻ്റെ അനുജൻ അവിടെ രുക്മിണി റീജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തലേ ദിവസമാണ് അവരെ വിളിച്ചറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും, എന്തായാലും നിങ്ങൾ വരൂ, ആദ്യമായിട്ട് കാണുന്നതല്ലേ, നമുക്ക് ട്രൈ ചെയ്യാം, റൂം കിട്ടുമോ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ വേറെ കിട്ടുമോ എന്നൊക്കെ നോക്കാം പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാം. ഇത് ഏത് നടയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കിഴക്കേ നട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 2 സൈഡും ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ അനുജൻ ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ 2 സൈഡുകളിലായിട്ടും ഇതുപോലെ എല്ലാ കടകളുടെ ഫ്രണ്ടിലായിട്ടും ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോഴായിരിക്കും ഇത്രയും കൂടുതൽ ഭംഗി. വിളക്കൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ രുക്മിണിയിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 1 ഡേക്കാണെങ്കിൽ ഓക്കെ പറഞ്ഞു, 2 ഡേയ്സിന് പറ്റില്ല പറഞ്ഞു. പിന്നെ അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റിലുള്ള സാഗർ ടൂറിസ്റ്റ് ഹോമിലേക്കാണ് പോയത്. ഇത് രുക്മിണിയിലുള്ള ശിലയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ശ്രീകൃഷ്ണനും രാധയും കാണാൻ. അങ്ങനെ നമുക്ക് സാഗറിൽ റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് പ്ലേസൊക്കെ അടിപൊളിയാണ് കേട്ടോ. മഴയൊന്നും പെയ്താൽ നനയില്ല. പിന്നെ ഈ കെട്ടിടം പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കെട്ടുപണികളാണ്. അപ്പോൾ നമ്മളിതാ 2nd ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. അങ്ങനെ നമ്മളിതേ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസുള്ള അടിപൊളി റൂമാണിത്. അങ്ങനെ നമ്മൾ വന്നതിൻ്റെയൊക്കെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് താഴെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് ഒരു അവിൽ മിൽക്കും പിന്നെ കുറച്ച് ചെറുപഴമൊക്കെ മേടിച്ചിട്ട് വരികയാണ്. പിന്നെ വെള്ളം മേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ തേങ്ങ വെള്ളത്തിന് ബോട്ടിലാക്കിയിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ടെൻഡർ കോക്കനട്ട് 100 രൂപയാണ് ഒരു ബോട്ടിലിന് വരുന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഇതാ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസുള്ള നല്ല വൃത്തിയുള്ള നല്ല റൂം തന്നെയായിരുന്നു ഇത്. ബാത്റൂമിനൊക്കെ നല്ല സ്പേസിൻ്റെ ഒരു ബാത്തിങ് ടവലും സോപ്പൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഗുരുവായൂരിലേക്ക് വന്നപ്പോൾ കയ്യിൽ കരുതിയതെന്ന് കാണിക്കാം. നമ്മളൊരു ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ പ്ലഗർ, പിന്നെ പവർ ബാങ്ക് എടുത്തു, സോപ്പ് എടുത്തു, ബ്രഷ് എടുത്തു, പേസ്റ്റ് എടുത്തു, പിന്നെ ബഡ്സ് എടുത്തു കേട്ടോ. ബഡ്സ് മസ്റ്റാണ്, ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും ബഡ്സ് കയ്യിൽ വയ്ക്കും. പിന്നെ നമ്മൾ 2 ജോഡി ഡ്രസ്സാണ് എടുത്തത്. അതിന് മാച്ചായ ഓർണമെൻറ്റ്സ് കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി പിന്നെ സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക് പിന്നെ ബാൻഡേജൊക്കെ എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിലുണ്ടായ മഞ്ചാടിക്കുരു കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നടയിലിടാൻ. പിന്നെ നമുക്ക് അമ്പലത്തിനകത്ത് പോയാൽ ഇടാനുള്ള നോട്ടുകളും തുട്ടുകളും ചില്ലറകളൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ കവറിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകൾ. ഇനി നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത ശേഷം ഫ്രഷായി നമുക്ക് അമ്പലത്തിൽ നിന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത ശേഷം കുറച്ച് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചു, എങ്കിലാണ് ആ വിളക്കൊക്കെ കൊളുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വരുന്ന വഴി തൊട്ടടുത്തുള്ള കടകളുടെ ഫ്രണ്ടിലൊക്കെ ഇതേപോലെ ശ്രീകൃഷ്ണനെ പീഠത്തിൻ്റെ മുകളിൽ വെച്ച് വിളക്കും ചിരാതൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഏകദേശം ഒരു 5:50 ആയപ്പോഴാണ് ഇറങ്ങിയത്. നമ്മുടെ ടൂറിസ്റ്റ് ഹോമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്താൻ. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വലിയ നടപ്പാതയുടെ ഇരുവശങ്ങളിലായും ഒത്തിരി കടകളുണ്ട്. ഓരോ കടയുടെ മുന്നിലായും ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി ഓരോ പീഠങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, കടയിലെ ഓരോരുത്തരും തങ്ങളുടെ ശ്രീകൃഷ്ണ ഭഗവാനെ നിവേദിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. ഭഗവാനെ നിവേദിക്കാൻ വേണ്ടി അവലും മലരും പഴമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിലർ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടു. അങ്ങനെ ഓരോ കടയുടമകളും തങ്ങളുടെ ഭഗവാനെ നിവേദിക്കാൻ വേണ്ടി ചിരാതുകളിൽ എണ്ണയൊക്കെ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ നടപ്പാതയിൽ ഇരുവശങ്ങളിലും ഒരുക്കിയിട്ടുള്ള കാഴ്ചകളാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് നടന്നു പോയി നോക്കാം. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക അതൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എത്തിയപ്പോൾ ഇവിടെ കുറച്ച് ഗജവീരന്മാരൊക്കെ ഉത്സവത്തിന് വേണ്ടി ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ട് കുറച്ചും കൂടി നടന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മളിത് അമ്പലക്കുളത്തിൻ്റെ അടുത്തുള്ള വലിയ മാങ്ങമരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ പണിതിട്ടുള്ള ഒരു ലൈറ്റ് വർക്കൊക്കെ ഉള്ള ഒരു ഗോപുരം കണ്ടു. അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ആ സൈഡ് ഫുള്ളായിട്ട് ഓരോ കമ്മിറ്റിയുടെ വകയാണ് തോന്നുന്നു. ഇങ്ങനെ ഓരോ വർക്കുകളുണ്ട് കേട്ടോ. ഓരോ ദൈവങ്ങളെയും മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ അവർ ബോർഡ് തൂക്കിയിട്ടുണ്ട്, ഇന്ന കമ്മിറ്റിയുടെ വകയാണ് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പറകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ ശില്പങ്ങൾ, പിന്നെ ചിത്രങ്ങൾ ഒക്കെ നല്ല മനോഹരമാണ് കേട്ടോ അത് കാണാൻ. എന്താണ് ഗുരുവായൂർ ഉത്സവം, എങ്ങനെയാണ് ഇത് ആചരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്സവത്തെക്കുറിച്ച് അറിയാത്തവർ ആദ്യം അത് കണ്ട ശേഷം ഇത് കാണുക. മാർച്ച് 10 തുടങ്ങി മാർച്ച് 19 അവസാനിക്കുന്ന ഈ ഗുരുവായൂർ ഉത്സവത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട ഒന്നാണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല എന്നത്. കാരണം അത്രമാത്രം തിരക്കായിരിക്കും ഈ ഉത്സവത്തിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, അമ്പലത്തിൻ്റെ ചുറ്റുമതിലിന് മുന്നിലായി 2 കയറുകൾ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോരുത്തർ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് മുന്നിലായിട്ട് ഓരോ പറയും അതിലേക്ക് ഇടാനുള്ള ധാന്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ അമ്പലത്തിലേക്കുള്ള വഴിപാടായിരിക്കാം. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടത് ആ പടിഞ്ഞാറേ നടേൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പന്തൽ വർക്കിനെ കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. അത്രയും മനോഹരമായിട്ടുണ്ട്. ഒരു മഴവില്ലൊക്കെ കണ്ടൊരു അനുഭൂതിയായിരുന്നു ഇത് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി പേര് എന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ നേരം ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വലിയൊരു പൂക്കളാണ് ഇവിടുത്തെ കമ്മിറ്റി ഒരുക്കുന്നത്. അവർ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. പിന്നെ ഇതാ അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആ കൊടിവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ വെക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവർ പൂക്കളൊക്കെ ഒരുക്കി എല്ലാം ശരിയാക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. പറയുന്നത്
ഇതേ പോയിട്ട് കണ്ടിട്ട് വരട്ടെ. അങ്ങനെ നമ്മളിതാ പടിഞ്ഞാറേ നടയിലെ കാഴ്ചകളെ കണ്ടിട്ട് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കടക്കൂട്ടം എന്ന ബോർഡ് വെച്ചിട്ടുള്ള, അതായത് ഉടമകളൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാഴ്ചകൾ കാണാൻ പോവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇന്ന് വരുമ്പോൾ കണ്ട മഞ്ജുളാൽ പ്രതിമേൻ്റെ അവിടെ വെച്ച് കണ്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ വേഷധാരിയായ ഒരു കലാകാരൻ അവിടെ വീണ്ടും കണ്ടു. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് റോഡ് സൈഡിലൂടെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പുറത്തെ ഭാഗത്തേക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് ഏതാണ് വഴിയൊന്നും മനസ്സിലാവില്ല. എല്ലാ സൈഡും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരു അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ്. ഏത് ഭാഗമാണെന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉത്സവത്തിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പറകളിലൊക്കെ ധാന്യങ്ങൾ നിറച്ചിട്ടുണ്ട്. വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിരുന്നു. നമ്മുടെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവം തുടങ്ങിയിട്ടുണ്ട്, നമുക്കിനി വേഗം ഇതിന് അപ്പുറത്തേക്ക് കിടക്കണം, എങ്കിലേ ഉത്സവം കാണാൻ പറ്റുള്ളൂ. നല്ല തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടോ. ഇനി നമുക്ക് പടിഞ്ഞാറേ നടേൻ്റെ അവിടേക്ക് എത്തണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനോട് എനിക്ക് ആ പൂക്കളിട്ടത് മുഴുവനായിട്ട് കാണണം. നന്ദനം എന്ന സിനിമയിലെ ബാലമണിയെ മനു ഗുരുവായൂർ നടയിൽ എത്തിച്ച പോലെ എൻ്റെ ഏട്ടനും ഈ പൂക്കളത്തിൻ്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചു കേട്ടോ. ഇവിടെ ഇതാ മനോഹരമായിട്ട് തന്നെ പൂക്കൾ ഒരുക്കിയിട്ടുണ്ട്. ഇവർ ദീപമൊക്കെ തെളിയിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഉത്സവത്തിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് ഈ ഭാഗം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നന്നായിട്ട് ഉത്സവത്തിൻ്റെ എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലൊരു പ്ലേസ് തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഇരുന്നാലേ എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതാ ഈ പൂക്കളത്തിൻ്റെ നടുവിലായിട്ട് ഒരു വലിയൊരു ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണനെ ഇവിടെ നിന്ന് വീണ്ടും കണ്ടു. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇവിടുത്തെ തിരക്കുകൾ കണ്ടാൽ തന്നെ അറിയാം ഒട്ടനവധി ജനങ്ങൾ ഈ ഉത്സവം കാണാനായി വന്നിട്ടുണ്ട്. ഈ ജനത്തിരക്ക് നമ്മെ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പന്തൽ വർക്കാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ.
നമുക്കിപ്പോൾ നിൽക്കാനായിട്ട് തൽക്കാലം ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഈ കയറ് കെട്ടിയതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരുടെ പിന്നിലായിട്ടൊരു ചെറിയൊരു മതിലിൻ്റെ കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തൽക്കാലം നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ നമ്മുടെ മുന്നിലൂടെ ഈ ഉത്സവം കടന്നു പോണത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ ചുറ്റുഭാഗമൊക്കെ നന്നായിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല പ്ലേസ് ആണെന്ന്. പക്ഷെ നിൽക്കാൻ ചെറിയൊരു സ്പേസേ ഉള്ളൂ, എങ്കിലും കുറേ പേര് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് മുന്നിൽ ഈ പറയായിട്ട് നിൽക്കുന്നവർക്ക് ഒരു ശല്യമാവില്ല. അപ്പോൾ സേഫായിട്ട് ഇവിടെ നിൽക്കാം. കണ്ടിട്ട് അത്യാവശ്യം ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു നിൽക്കാൻ. പക്ഷെ അപ്പോഴേക്കും സ്ഥലമൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചേച്ചി വന്നിട്ട് ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ.
നേരത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉത്സവം അപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് നിന്നവരെല്ലാം തൃശ്ശൂർക്കാരായിരുന്നു കേട്ടോ. അവരുടെ ഭാഷ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ മാത്രമായിരുന്നു ഇവിടുന്ന് പുറത്തു എന്ന് പറയാൻ, അതായത് പാലക്കാട് നിന്ന് പറയാൻ. അങ്ങനെ അവരൊക്കെ നമ്മളോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലൂടെ ആനകൾ നീങ്ങിപ്പോയപ്പോൾ നല്ല പേടിയായിരുന്നു കേട്ടോ. കാരണം ആനയ്ക്ക് നടക്കാനുള്ള ഒരു സ്പേസേ ഉണ്ടായിരുന്നില്ല, അത്രയും ജനങ്ങളുടെ തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൂടെ കണ്ടിട്ടുണ്ടാവും ആന എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുന്നു. പോലീസുകാരും ദേവസ്വത്തിൻ്റെ ആൾക്കാരൊക്കെ ഒരുപാട് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾക്ക് മാറി നിൽക്കാനൊരു സ്പേസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും ഏട്ടൻ ദേ എത്തിയിട്ടുണ്ട്. ആൾക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല, അവിടെ നല്ല തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് കേട്ടോ ഞങ്ങളിത് കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറ് കെട്ടിയതിൻ്റെ മുന്നിൽ നിന്നായിരുന്നല്ലോ പറയൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ. അപ്പോൾ ഈ പറയിൽ നിന്ന് ഗുരുവായൂരിലോട്ട് ചാക്കിൽ കുറച്ച് സാധനങ്ങൾ അവരെടുക്കുത്രേ. ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ ഭക്തർക്ക് കൊടുക്കുക സാധാരണ ചെയ്യുക. അപ്പം നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓരോ കവറിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഞങ്ങളും അവിടെ പോയി മേടിച്ചു, ഒരു കവറൊക്കെ സംഘടിപ്പിച്ച് കവറിൽ കുറേ അവിലും മലരൊക്കെ മേടിച്ചു. എങ്കിലും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും നമുക്കും കിട്ടിയിട്ടോ കുറേ. അപ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പേര് പറഞ്ഞു ഈ ഉത്സവത്തിൻ്റെ പിന്നാലെ പോയാൽ മതി, അപ്പോൾ ഇനിയും പ്രസാദം നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നാളെ ഉണ്ടാവുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി ഇന്ന് പോകണില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ എന്തുകൊണ്ടാണ് ഈ ആനയുടെ പിറകിലും സൈഡിലായിട്ട് ഇത്രയും നല്ല ജനത്തിരക്കെന്ന്. അപ്പോൾ ഇത് എഴുന്നള്ളത്ത് കഴിഞ്ഞ ഉടനെ ഈ പ്രസാദം ജനങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അമ്പലത്തിൽ നിന്ന് അതായത് ദേവസ്വക്കാർ എടുത്ത ശേഷം ബാക്കിയുള്ളതൊക്കെ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അത്രയും നല്ല തിരക്ക് അതിൻ്റെ പിന്നാലെ തന്നെ കേട്ടോ. പിന്നെ നമ്മളിന്ന് അത്യാവശ്യം കുറേ നടന്നു, കാഴ്ചകളൊക്കെ കാണാനായിട്ട് കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് റൂമിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഏട്ടൻ ഇങ്ങനെ പരാതി പറയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അവിലും മലരൊക്കെ ഏട്ടനാണ് എടുത്തുകൊണ്ടത്. എനിക്ക് ഭയങ്കര നാണക്കേട് ഇടയിൽ കൂടെ പോയിട്ട് വാരിയെടുക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേണേനും ഏട്ടൻ പോയി എടുക്കും വേണം. അങ്ങനെ ഏട്ടനെ നിർബന്ധിച്ച് എടുപ്പിച്ചതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിൻ്റെ അരികിലുള്ള ചുറ്റുമതിലിനോട് ചേർന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് അമ്പലത്തിൽ ആ ഗോപുരത്തിലൊക്കെ ഉള്ള വിഷ്വൽസ് നേരെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ മഹാവിഷ്ണുവിനെയും മഹാദേവനെയും അങ്ങനെ ഓരോ ദൈവങ്ങളുടെയൊക്കെ വിഷ്വൽസ് ഇതിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഉത്സവത്തിൻ്റെ വീഡിയോസ് ഉണ്ട്, പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഓരോരോ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ പകർത്തി ഇവിടെ കുറച്ച് നേരം ഇരുന്നു. നമ്മൾ നേരത്തെ കണ്ട പടിഞ്ഞാറേ നടയിലാണ് അപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ കണ്ട പൂക്കളൊക്കെ മാഞ്ഞുമായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പറകളൊക്കെ കുറേ ഒഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ദേവസ്വംകാരെടുക്കാനായിരിക്കും, അമ്പലത്തിലേക്കായിരിക്കും. പിന്നെ ജനങ്ങൾ ഇവിടെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉത്സവത്തിൻ്റെ പിന്നാലെ ആയിരിക്കും ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരക്കായിരിക്കും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇതിങ്ങനെ പ്രസാദം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. നമ്മളപ്പോൾ പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോയും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ ഈ ഭാഗത്തും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഷ്വൽസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതും കുറച്ച് നേരമൊക്കെ കണ്ടു. ഇപ്പം നമ്മളിതാ നിൽക്കുന്നത് തെക്കേ നടപ്പുരയുടെ ഭാഗത്താണ് കേട്ടോ. അവിടെ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു ഗോൾഡൻ കളർ ലൈറ്റ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇവിടെയും കുറേ പേരൊക്കെ ഇങ്ങനെ ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് തോന്നുന്നു. കുറേ പേര് അമ്പലത്തിൽ തന്നെ ഉണ്ട്, എങ്കിലും ജനങ്ങളുടെ തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഒരു ഭാഗം കുറച്ച് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞതാ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഒരു വണ്ടിയിൽ
ഹെൽത്ത് വിഭാഗം ഒരുക്കിയ രാമായണത്തിലെ സീതാദേവിയും ഹനുമാനും തമ്മിലുള്ള ഒരു സംഭാഷണ ഭാഗമാണ് കേട്ടോ വർണ്ണിക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ഇത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കൊല്ലം പുതുക്കാടുള്ള ഗോപൻജി ചവറയാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇനിയും ഇതുപോലെ നമ്മൾ കാണാതെ വിട്ടുപോയ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും കേട്ടോ. അതാ ഇവിടെ ഒരു ഗണപതിൻ്റെ ശില്പമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം നമ്മൾ കണ്ടുപോയ വേഷങ്ങളൊക്കെ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഭാഗമായി കടന്നു വരുന്ന കഥാപാത്രങ്ങളാണ്. ഇതിനെ ഉത്സവത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് ഏത് കഥാപാത്രമാണെന്ന് അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ 18-ാം തീയതിയിൽ, അതായത് തലേ ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. വരുന്ന വഴി തന്നെ നമ്മൾ അവിടുന്ന് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചു. തിരിച്ച് നമ്മളിതാ പോരുന്ന വഴി ഇതുപോലെ ഒരുപാട് വിഗ്രഹങ്ങൾ കാണുകയാണ്. ഇനിയും ഇതുപോലെ മനോഹരമായി വെച്ചിട്ടുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ നമ്മൾ കാണാതെ പോയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് കാണാം കൗസ്തുഭം ജീവനക്കാരുടെ വകയായിട്ട് ആനകളുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഏകദേശം ഒരു 9:30 ആയി തിരിച്ച് റൂമിലേക്ക് വരികയാണ്. വരുന്ന വഴി ഒരു കടയുടെ ഫ്രണ്ടിൽ ഇതുപോലെ നരസിംഹമൂർത്തിൻ്റെ പ്രതിമ വണ്ടീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബോർഡുണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് നാളെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് രുക്മിണിയിൽ ഇങ്ങനെ വിളക്കൊന്നും വെച്ചിട്ടില്ല. നമ്മൾ അതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് അവിടുത്തെയും. പിന്നെ നമ്മുടെ സാഗറിലും ഉണ്ടായിരുന്നു. ഇവിടെയും വിഗ്രഹമൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരിലെ ഏകദേശം എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഇതുപോലെ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നാളെയാണ് നമ്മുടെ ഗുരുവായൂരോത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് മറ്റൊരു പാട്ടിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യണേ.